റോബർട്ട് വദ്ര ഡൽഹി ED ഓഫീസിൽ ഹാജരായി. വീട്ടിൽ നിന്ന് നടന്നാണ് റോബർട്ട് വദ്ര ED ഓഫീസിലേക്ക് എത്തിയത്. ഹരിയാനയിലെ ഭൂമി ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനെത്തുന്നത്. EDയുടെ നടപടി പകപോക്കലാണ് എന്നും ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്നുമാണ് റോബർട്ട് വദ്രയുടെ പ്രതികരണം. जब भी लोगों के हित में मैं बोलूंगा, जब भी जनता की आवाज बुलंद करूंगा, ये लोग दबाएंगे और मीडिया और ये लोग एजेंसियों का दुरुपयोग करेंगे। और आप अपनी बात पर कायम है, अपने स्टैंड पर कायम है। बिल्कुल, मुझे किसी चीज के लिए छुपाने की जरूरत नहीं है. റോബർട്ട് വദ്രയ്ക്ക് വേണ്ടും മുദ്രാവാക്യം മുഴങ്ങുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരിക്കാനുള്ള താല്പര്യം പരസ്യമായി പ്രകടിപ്പിച്ച ആളാണ് റോബർട്ട് വദ്ര. പക്ഷേ അത് കോൺഗ്രസ് നേതൃത്വം അന്ന് എന്തുകൊണ്ടോ അംഗീകരിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യലിന് പോകുമ്പോഴും മുദ്രാവാക്യം വിളിച്ച് അനുയായികൾ എന്ന് കരുതുന്ന ആളുകൾ ചുറ്റാകെ ഉണ്ട് എന്ന കൗതുക കാഴ്ചയൊക്കെയാണ് വരുന്നത്. അനൂപ് ദാസ് ഉണ്ട് വിവരങ്ങളുമായി. അനൂപ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പാതിവില തട്ടിപ്പ് കേസിൽ AN രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് ഒരു നോട്ടീസ് കൊടുത്തിരുന്നു. അദ്ദേഹം ക്രൈംബ്രാഞ്ച് ഓഫീസിന് തൊട്ട് മുന്നിലെത്തി. പക്ഷെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് പോയി. പക്ഷെ റോബർട്ട് വദ്ര വലിയ ആഘോഷമായിട്ടാണല്ലോ ED ഓഫീസിലേക്ക് പോയിരിക്കുന്നത്. അതെ, വാദ്രയ്ക്ക് അദ്ദേഹത്തിന് ചുറ്റിലും ഒരു സംഘമുണ്ട്. അത് UP അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലത്തിൽ പോസ്റ്റർ ഒട്ടിക്കാനും അദ്ദേഹത്തിന് വേണ്ടി പലപ്പോഴും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെയുള്ള ഒരു സംഘമാണ്. പാർട്ടിയുടെ പിന്തുണ അങ്ങനെ കാര്യമായിട്ട് ഡൽഹിയിലുമില്ല, എങ്കിലും ഒരു സംഘം എപ്പോഴും ഉണ്ട്. ആ സംഘമാണ് മുദ്രാവാക്യം വിളിച്ച് അല്പം മുമ്പ് ഇത് വഴിയിൽ അദ്ദേഹത്തെ ED ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും 2008 ഒരു ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. ആ കേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ 2008 എന്ന് പറയുന്നത് UPA ഭരണത്തിലുള്ള സമയത്താണ്. അന്ന് 3.5 ഏക്കർ ഭൂമി അദ്ദേഹം 7.5 കോടി രൂപ ചെലവിട്ട് വാങ്ങി. അതൊരു ഫെബ്രുവരി മാസത്തിലായിരുന്നു. എന്നാൽ ജൂൺ മാസത്തിൽ 58 കോടി രൂപയ്ക്ക് DLFന് ആ ഭൂമി മറച്ചു വിറ്റു. അതായത് ഏതാണ്ട് 51.5 കോടിയോളം രൂപയുടെ ലാഭം മാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനുണ്ടായി, വാദ്രയ്ക്കുണ്ടായി. ഇതാണ് സംശയം ജനിപ്പിക്കാനും കേസിനും കാരണം. ശരി, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.